ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം? സുഖമല്ലേ? അൽഹംദുലില്ലാ, അമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ, ഒരു ബർത്ത്ഡേ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് 2 ദിവസമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്നിപ്പം ഒരു വൈകുന്നേരം ഒരു 3 മണി ഒക്കെ ആയ സമയത്ത് നമ്മൾ ജസ്റ്റ് ടൗണിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നതിനോണ്ട് ഇപ്പോൾ അതേപോലെ ഹെലികോപ്റ്റർ പോകുന്നത് കാണാം കേട്ടോ. നല്ല അടുത്തുനിന്ന് കാണുന്നത് പോലെ കാണാം, നല്ല രസമാണ് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഞാനും എൻ്റെ എളേച്ചിയും കൂടി, ചെറിയ എളേച്ചിയും കൂടി, എൻ്റെ ഫസ്റ്റത്തെ എളേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, അതായത് ജാനുവരി 5-ന്. അപ്പം ഓക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ജസ്റ്റ് ടീഷർട്ട്, ഓക്ക് ടീഷർട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതേനു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി നേരെ ടൗണിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഈ ബർത്ത്ഡേ ഉള്ള ആൾ ഇന്ന് മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങി, അതായത് ബർത്ത്ഡേൻ്റെ തലേ ദിവസം മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓള് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഇറങ്ങിയത്. ഓളൊരു 5:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തും, 5:30-6 മണിയാകുമ്പോഴേക്കും. അതിന് മുന്നേ നമുക്ക് വീട്ടിൽ തിരിച്ചെത്തും വേണം. അങ്ങനെ ടൗണിൽ നമ്മൾ 2-3 ഷോപ്പ് കയറി ഇറങ്ങി. പക്ഷേ ഓളെ സൈസിന് കുറേ ടീഷർട്ട് കണ്ടു കേട്ടോ, നല്ല നല്ല ടീഷർട്ടൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ടോപ്പ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെയും നല്ല നല്ല ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓളെ സൈസിനുള്ള ടീഷർട്ട് കിട്ടിയില്ല. അവിടെ നേരെ പിന്നെ നമ്മൾ കഷ്കയിലേക്കാട്ടോ പോയത്. കഷ്കയിൽ പോയപ്പം ഓക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എനിക്കാണ് ഒരു ഡ്രസ്സ് എടുത്തത്. എനിക്ക് അവിടെ നേരത്തെ കണ്ടില്ല, ആ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനതെടുത്തു. പിന്നെ അവിടെ നിന്ന് ഓക്കൊരു ടീഷർട്ട് കൂടി കിട്ടിയിട്ട് ഓളെ സൈസിന്. അങ്ങനെ അതും എടുത്ത് നേരെ നമ്മൾ കോയിൻകോൻ്റെ അവിടെ വന്നിട്ട് മോമോസ് കഴിക്കാൻ. ഇത് നമ്മൾ പോകുമ്പോഴേ നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ, തിരിച്ച് വരുമ്പോൾ എന്തായാലും ഈ ഒരു മോമോസ് കഴിക്കണം എന്നുള്ളത്. ഇത് ഷെസ്വാൻ്റെ ഫ്ലേവറും പിന്നെ ഒരു പെരി പെരി ഫ്ലേവറായിരുന്നു കേട്ടോ. ഷെസ്വാൻ്റെ ഫ്ലേവറുള്ളത് അടിപൊളിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഷെസ്വാൻ ഫ്ലേവർ, പെരി പെരി ആ ഒരു നോർമൽ, അതിൻ്റെ മുകളിൽ എന്തോ ഒരു സീസണിങ് ഇട്ടതാണ്. അതിന് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ലേനു. ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം, അതായത് സൺഡേ, ഒരു വൈകുന്നേരമായ സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. ബർത്ത്ഡേൻ്റെ അന്ന് രാത്രി തന്നെ ഒരു 11:30-12 മണി, 11:30 ആയ സമയത്ത് തന്നെ നമ്മളൊക്കെ ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീഡിയോ എടുക്കാനുള്ള കാര്യം വിട്ടുപോയി. ഒരന്ന് രാത്രി വയനാട് പോയിട്ടുണ്ടായിരുന്നു രണ്ടാളും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു സമയത്ത് തന്നെ കൊടുത്തു. പിന്നെ ഒരു പുലർച്ചയ്ക്ക് 3:30-4 മണിക്ക് എന്തോ ആണ് എത്തിയത്. അങ്ങനെ നമ്മൾ ഒരു ഉച്ചൻ്റെ ശേഷം പിന്നെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഓർക്കുന്ന് പുറത്ത് പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലടയും പാലും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിൽക്കാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓരോ ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ ഫസ്റ്റ് കുറേ കളിയാക്കിട്ടോ, ഓളെ ബർത്ത്ഡേക്ക് കേക്കൊന്നും കട്ട് ചെയ്യില്ലല്ലേ, കേക്ക് കട്ട് ചെയ്യണ്ടേന്നൊക്കെ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്ക് സർപ്രൈസായിട്ട് ഓളെ അനിയന്മാർ കേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ ഓളോട് പറഞ്ഞിട്ടില്ല, നമുക്കറിയാനും. പക്ഷെ നമ്മളത് മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ കുറേ കളിയാക്കി, തന്നെയല്ല കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ലേ, കേക്ക് വാങ്ങുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആളാകെ ഒരു ചടപ്പ് പോലെ ആയിരുന്നു കേട്ടോ. കാരണം ഓളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേക്കും ഓളെ കേക്ക് വാങ്ങി. അതിന് മുന്നേ ഒരു കേക്ക് വാങ്ങലുണ്ട്, പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുവരെ എല്ലാ ബർത്ത്ഡേക്കും ഒരു കേക്ക് വാങ്ങി കൊടുക്കലുണ്ടായിരുന്നു നോക്ക്. അപ്പോൾ ഇപ്രാവശ്യം കേക്ക് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കുറച്ചൊരു ചടപ്പുണ്ടേനു. പക്ഷേ ഈ സർപ്രൈസുള്ള കാര്യം അവൾ അറിയില്ല. ഒരു അനിയന്മാർ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയാം, പക്ഷെ കേക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം അവൾ അറിയില്ല. ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവളമ്മ, അപ്പോൾ അതായിട്ട് വരുന്നുണ്ടെന്നേ ഒക്കെ അറിയുള്ളൂ. കേക്ക് അതിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം ഒക്കെ അറിയില്ല. ഇനിയിപ്പോൾ അതാ നമ്മൾ മിൽക്കാവിൽ ഉണ്ടാക്കാണ് കേട്ടോ. ഈ പഴം പഞ്ചസാരയും കൂടി നല്ലപോലെ ഇടിക്കുന്നുണ്ട്. ഇതിടിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യമുള്ള ആരെങ്കിലും മനസ്സിൽ വിചാരിച്ച് നല്ല ഇടി കൊടുത്താൽ മതി. അപ്പം നല്ല മാഷായിട്ട് കിട്ടിക്കോളും പഴം. കണ്ടോ, നല്ലപോലെ ഞാൻ ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ദേഷ്യമുള്ള ആൾക്കാരുടെ മുഖം മുന്നിൽ വെച്ചിട്ട്, മീൻസ് മനസ്സിലോർത്തിട്ട് നല്ലപോലെ ഇടിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐസ്ക്രീം ഞാൻ ഇവർ കൊണ്ടുവന്ന പാടെ തന്നെ എൻ്റെ ജമാൻ കാണാതെ മെല്ലെ ഫ്രിഡ്ജിലേക്ക് ഒളിപ്പിച്ച് വെച്ചതാണ്. ഓനിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഓൻ അപ്പം തന്നെ ഇരുന്ന് കഴിക്കും. ഓൻ ആർക്കും കൊടുക്കൂല, മിൽക്കാലിടാൻ സാധനം കിട്ടൂല. അപ്പോൾ കൊണ്ടുവന്ന പാടെ തന്നെ ഞാൻ ഓൻ കാണാതെ മെല്ലെ ഫ്രിഡ്ജിനെ ഒരു മൂലക്കിലേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മിൽക്കാലുണ്ടാക്കുന്ന സമയത്ത് എന്തായാലും വെനിലാൻ്റെ ഐസ്ക്രീം ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഐസ്ക്രീം ഇട്ടുണ്ടാക്കുന്ന സമയത്ത്. ഇനിയിപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അവലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് അവലും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്.
ഇവിടെ എസ്സക്കും ഇസാൻക്കൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ ഈ ഒരു സംഭവം അവിൽ മിൽക്ക്. ഇസാൻക്ക് തീരെ ഇഷ്ടമില്ല. ജമാൻക്ക് ഇഷ്ടമുണ്ട്. ജമാൻക്ക് അതിൽ ആ ഒരു വെള്ളം കുടിക്കാനാണ് ഇഷ്ടം. അവിൽ കഴിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷെ എന്നാലും അങ്ങനെ കഴിക്കും. അതിലെ കടലൊക്കെ പെറുക്കിയെടുത്തിട്ട് കഴിക്കും. അങ്ങനെ അവിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം ഇതിലേക്കുള്ള കടലേൻ്റെ തൊലി പോക്കലാണ് നെക്സ്റ്റ്. അത് പിന്നെ പുറത്ത് പോയിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ മൊത്തം കടലിൻ്റെ ആ ഒരു പൊടിയാവും. പിന്നെ ഞാൻ മെല്ലെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വീണ്ടും ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീം നല്ല പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അങ്ങനെ പിന്നെ പുറത്ത് പോയിട്ട് കടലത്തെ ആ ഒരു തൊലിയൊക്കെ അങ്ങനെ ഊതി ഊതി അങ്ങനെ പോക്കി കൊടുത്ത്. ഇത് നല്ല വെറിയൻ പണിയാണ് കേട്ടോ ഈ ഒരു തൊലി പോക്കാന്നുള്ളത്. കാരണം നമ്മളെ മേലും ആവും, പുറത്ത് ഫുള്ളാവും ഈ ഒരു തൊലി പോക്കുന്ന സമയത്ത്. പക്ഷെ എന്നാലും കഴിക്കണമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് അധികം തന്നെ കടല ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിൽക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് കടല ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ കടല ഇട്ട് കൊടുക്കും. അപ്പം നല്ല അത് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നല്ലപോലെ കടലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ എല്ലാവരും പാടി കുടിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ സമാന് നല്ല അടി ഉണ്ടാക്കുന്നുണ്ട്. ഓനക്ക് നല്ല തിരക്കത് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓനക്കുള്ളത് കൊടുത്ത് നമ്മളെല്ലാവരും മിൽക്കാലും കുടിച്ചിട്ട് പിന്നെ നേരെ പായസം ഉണ്ടാക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഈ ഒരു പാലട നമ്മൾ മിൽമൻ്റെ പാക്കാട്ടോ വാങ്ങിയത്. കൊറോണൻ്റെ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് മിൽമൻ്റെ പാലട ട്രൈ ആക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ എപ്പോഴും ഇൻസ്റ്റൻറ്റ് പാക്ക് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ മിൽമൻ്റെ തേര് വാങ്ങൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിൽമനെക്കാളും കുറച്ചുകൂടി നല്ല ഇൻസ്റ്റൻറ്റ് പാക്കുകൾ ഉണ്ട് എന്നുള്ളത്. മിൽമൻ്റെ ഇപ്പം ഈ അട അതിൽ ഭയങ്കര കുറവായിരിക്കും. ഈ 1 ലിറ്റർ പാലൊഴിച്ച് വെള്ളം ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കിയാലും അട കുക്കായാലും നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പം വേറെയും നല്ല ബ്രാൻഡ് ഉണ്ട് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ മിൽമൻ്റെതാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് വലിയ മെനക്കേടൊന്നുമില്ല. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിന്നാൽ മതി. ബാക്കിയൊക്കെ പിന്നെ അതിലുണ്ടാവുമല്ലോ. ഇവിടെ കണ്ട ഒരാൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. എൻ്റെ സമ്മാൻ്റെ ഫേവറേറ്റാണ് പായസം. പാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ആൾ. പിന്നെ ഫ്രിഡ്ജും ഒന്ന് തപ്പണമെന്ന് പൂതിയുണ്ട്. കാരണം ഞാൻ ഐസ്ക്രീം അതിലിടുന്നത് കണ്ടിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി എങ്ങാനും ഫ്രിഡ്ജിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫ്രിഡ്ജും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ 2 ആൾക്കാർ ഈ ലാപ്ടോപ്പ് തുറന്നു കൊടുത്താൽ പിന്നെ അവർക്ക് വേറെ ഒന്നും അറിയണ്ട. ഓരതിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓളെ അനിയന്മാരെത്തിയിട്ടുണ്ടേനു. ആ സമയത്ത് ഓൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയതേനു. അപ്പം കുറേ നേരം നമ്മളിങ്ങനെ ക്യാമറ ഓണാക്കി കാത്തുനിന്നിട്ട് ഓൾ വരുന്നത് നോക്കിയിട്ട്. അങ്ങനെ ഓൾ ഡോർ തുറന്ന പഴത്തിന് ഓൾ നല്ല സർപ്രൈസ് ആയിപ്പോയി. ആകെ ഞെട്ടിപ്പോയിട്ടോ. ഇവർ നമ്മൾ അനിയന്മാർ വരും എന്ന് പറഞ്ഞപ്പോഴേ നമ്മളോളോ പറയുന്നത് പിന്നെ ഈ വേഗം പായസം ഉണ്ടാക്കിക്കോ, ഒരു വന്നു കഴിഞ്ഞാൽ നമുക്ക് പായസം കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് ഒരു കെയറൊന്നുമില്ല എന്നിട്ടോ. സാധാരണ ഇവളെ കൊണ്ടാക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് കയറാതെ അങ്ങനെ അവളെ ഇറക്കിയിട്ട് പോക്കാണ്. അപ്പോൾ അതും പറഞ്ഞിട്ട് ഇനി ഓള് നിൽക്കണം. പിന്നെ ഞാനും അമ്മാനെ ഇങ്ങനെ തിരക്കൂട്ടിയത് കുഴപ്പമില്ല ഒരു എന്തായാലും കയറും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം മോളെ കൊണ്ട് തന്നെ പായസമൊക്കെ ഉണ്ടാക്കിപ്പിച്ചതേനു. അങ്ങനെ 2 കണ്ട് കേക്കും കണ്ടപ്പം ഓൾ ആകെ സർപ്രൈസായി പോയിട്ടുണ്ടേനു. പിന്നെ ഇവർ വരുന്നത് കേക്ക് ഇട്ട് വരുന്നത് നമുക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളോട് പറയുന്നത് തന്നെ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മാറ്റി നിൽക്കൂലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓൾ കേക്ക് കട്ട് ചെയ്യാൻ നിന്ന്. ഫസ്റ്റ് ഷെബിർക്ക് നമുക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാമെന്നാണ്. പിന്നെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലല്ലോ, ഞാൻ ഒറ്റ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് പാടെ തന്നെ ഫസ്റ്റ് മറ്റാൾ എന്നെ കഴിച്ചിട്ടോ. ആർക്കും പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഓൾ കഴിച്ചിട്ടാണ് പിന്നെ എല്ലാവർക്കും വായിലിട്ട് കൊടുത്തത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാന്നുള്ളതിലുപരി അത് എല്ലാവരും പാടെ ഇങ്ങനെ ഇതേപോലെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും പക്ഷെ ഈ ഒരു സമയത്ത് മെയിനായിട്ട് എല്ലാവരും പാടെ കൂടിയിട്ട് ആ ഒരു ഭയങ്കര സന്തോഷമുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനാണ് കേട്ടോ എന്നെ സംബന്ധിച്ചോളം ഞാൻ വാല്യൂ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിനാണ്. എല്ലാവരും പാടി ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്, ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, അതാണ് കേട്ടോ ഭയങ്കര ഒരു സംഭവമാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അത് ആലോചിച്ച് അന്നായി അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമാണ്. പിന്നെ എല്ലാവരും കൂടി കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു.